പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷവാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയും അംശാദായ റീഫണ്ടും അനുവദിക്കുന്നു. ഇന്ന് കൽപ്പറ്റയിൽ ചേർന്ന ബോർഡ് ഡയറക്ടർമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ 6 മാസത്തേത് വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ വൺ ടൈം അസിസ്റ്റന്റായി 50 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കേരള ചുമട്ടുതൊഴിലാളി ബോർഡിൽ നിന്ന് 100-ഉം കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കോൾ വെൽഫെയർ ഫണ്ടിൽ നിന്ന് 50-ഉം കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 185 കോടി രൂപയും വായ്പയെടുത്താണ് സർക്കാർ അനുമതി ലഭിച്ചിട്ടുള്ളത്. 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയായി 9,600 രൂപ വീതം 4.5 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ദിവസങ്ങളിലുള്ളിൽ തന്നെ എത്തുന്നതാണ്. 40 കോടി രൂപയാണ് അംശാദായ റീഫണ്ടായി നൽകുന്നത്. ക്ഷേമനിധി അംഗങ്ങളിൽ 60 വയസ്സ് തികഞ്ഞവരിൽ ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണ് അംശാദായമായി അടച്ച തുക തിരികെ നൽകണമെന്ന് ആവശ്യം. ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 16 മാസമായി പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണമെന്ന് ചെയർമാൻ പറഞ്ഞു. 1 മാസത്തെ പെൻഷൻ വിതരണത്തിന് 65 കോടി രൂപയാണ് ആവശ്യം. സെസ് ഇനത്തിലും അംശാദായം ലഭിക്കുന്ന തുക പെൻഷൻ മറ്റാനുകൂല്യങ്ങളും മുടങ്ങാതെ വിതരണം ചെയ്യുന്നതിനും പര്യാപ്തമല്ല. സെസ് പിരിവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയായതിനു ശേഷമാണ് മാസം ഏകദേശം 50 കോടി രൂപ ബോർഡിന് ലഭിക്കാൻ തുടങ്ങിയത്. സെസ് ഇനത്തിൽ എസ്റ്റിമേറ്റ് തുകയുടെ 1% കെട്ടിട ഉടമകളിൽ നിന്ന് ഈടാക്കുന്നത്. 10 ലക്ഷം രൂപയിൽ കൂടുതൽ നിർമ്മാണ ചെലവുള്ള കെട്ടിടങ്ങൾക്കാണ് സെസ് ബാധകം. ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതാണ് ലേബർ കോഡിലെ 50 ലക്ഷം രൂപയിൽ കൂടുതൽ നിർമ്മാണ ചെലവുള്ള കെട്ടിടങ്ങൾക്ക് സെസ് ചുമത്താനുള്ള വ്യവസ്ഥ. നിലവിലെ ബോർഡിന്റെ അവസാനത്തെ യോഗമാണ് ചേർന്നത്.